യോഗ്യനാണ്. ഔദാര്യം ചെയ്യുവാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഔദാര്യം ഏറ്റുവാങ്ങി നന്മ ചെയ്യുന്നവനും നന്ദി ചെയ്യുന്നവനുമാണ് ഞാൻ. പണമാണോ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എത്രയും പണം തരാൻ ഞാൻ സന്നദ്ധനാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പോന്നു. മൂന്നാമത്തെ ദിവസം ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് മോചിപ്പിച്ചു. സുമാമൻ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. ആ സമയത്ത് മദീനത്തെ റൗള ഷരീഫിന്റെ പരിസരത്തുള്ള മസ്ജിദുൻ നബവിയുടെ ഓരത്തുള്ള കാരക്കത്തോട്ടത്തിൽ ചെന്നുകൊണ്ട് കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി വന്നുകൊണ്ട് മഹാനായ സുമാമത്ത് ഇബ്നു ഉസ്വാൽ റളിയല്ലാഹു അൻഹു തങ്ങള് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാതെ വാളും പരിചയെടുത്ത് കുന്തുകൊടുത്തിട്ട് തോന്നിയ പോലെ അഹംഭാവും അഹന്തയും നടിച്ച് സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ച് മുസ്ലിങ്ങൾ ആരും ആദരിക്കൂല, മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ആരും വരൂല, മതം സ്വീകരിക്കൂല. നമ്മൾ മതം സ്വീകരിക്കേണ്ടില്ലായിരുന്നു, നമ്മളൊന്ന് ആദരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. തിരിച്ചു പോകണം പ്രവാചക സംസ്കൃതിയിലേക്ക്. അങ്ങനെ മഹാനായ ഉമാമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ മദീനയിൽ നിന്ന് പോരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖമായിരുന്നു നിങ്ങളൊരു കാലത്ത്. പക്ഷേ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും എന്നെ ആകർഷിക്കുന്ന മുഖം അങ്ങയുടേതാണ്. അതാണ് ഈമാൻ. ഈമാൻ മനസ്സിലെത്തിയ പിന്നെ അവിടെ പിന്നെ സംശയങ്ങൾക്കൊന്നും വകുപ്പില്ല. അങ്ങനെ അവിടെ നിന്ന് മദീനയിൽ നിന്ന് മാമയിലേക്ക് പോകുന്ന വഴിക്ക് മക്കയിൽ അവിശ്വാസികളായ ആളുകള് മഹാനായ സുമാമ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ചോദിക്കുന്നതല്ല, നീ മതം മാറിയോ, മദീനത്ത് പിടിച്ചീനല്ലോ, മതം മാറിയോ? ആ സമയത്ത് മാറിയില്ല, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, യമാമയിൽ നിന്നാണ് നിങ്ങൾക്ക് ഗോതമ്പ് വരുന്നത്. സുമാമ ചില്ലറക്കാരനായിട്ടല്ല തിരിച്ചു പോകുന്നത്, യമാമയെന്നാണ് മക്കത്തേക്ക് ഗോതമ്പ് വരുന്നത്. ഞാനുള്ള കാലത്ത് ഒരു മണി ഗോതമ്പും മക്കത്തേക്ക് ഇനി കയറ്റൂല. ധീരനായി ഇസ്ലാമിക പോരാളിയായി സജീവമായി പ്രവർത്തിക്കുകയാണ് സുമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ സുമാമ റളിയല്ലാഹു അൻഹു യമാമയിൽ ചെന്നിട്ട് ഗോതമ്പിന്റെ വരമങ്ങ് മുടക്കി. തമിഴ്നാട്ടിൽ നിന്ന് കരുണാനിധി ഉപരോധം ഏർപ്പെടുത്തി നമ്മളെ കഥ കഴിഞ്ഞില്ലേ. നമ്മള് സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല, ഉപഭോക്ത സംസ്ഥാനാണ്. മറ്റുള്ളവരുണ്ടാക്കി തിന്നുന്ന സ്വഭാവം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ മുടക്കി നമുക്ക് കഥ കഴിഞ്ഞ തന്നെ. അപ്പൊ ഗോതമ്പ് മക്കയിലേക്ക് വരുന്നത് തടയപ്പെട്ടപ്പോ ആകെ വിഷമിച്ചു മക്കയിലെ നിവാസികൾ. അങ്ങനെ ഈ മക്കയിലെ നിവാസികൾ അള്ളാഹുവിന്റെ ഹബീബിനിക്ക് കത്തയക്കുകയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിനിക്ക് കത്തയക്കുകയാണ് മക്ക നിവാസികള്. അള്ളാഹുവിന്റെ ഹബീബിനിക്ക് കത്തയക്കുന്നു, ഞങ്ങൾ ഉപരോധം കൊണ്ട് വിഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് യമാമയിൽ നിന്ന് ഗോതമ്പിന്റെ വരവ് നിന്നിട്ടുണ്ട്, നമ്മൾ വളരെ പ്രയാസപ്പെടുകയാണ്, അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ സുമാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉപരോധം നിർത്തണം. ആർക്കാണ് സഹോദരന്മാരെ വിട്ടുവീഴ്ച ചെയ്യുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് ഇസ്ലാമിക പ്രബോധനവുമായി മക്കത്ത് പ്രചാരണം ആരംഭിച്ചപ്പോ ക്രൂരമായ ചെയ്തികളെ കൊണ്ട് പ്രതികരിച്ച് പീഡിപ്പിച്ച മക്കയിലെ വിശ്വാസികളോടാണ് വിട്ടുവീഴ്ച. ഈ അവിശ്വാസികള് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെയും കുടുംബത്തെയും അനുയായികളെയും ഷിഅ്ബ് അബി ത്വാലിബ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു മലഞ്ചെരിവില് അള്ളാഹുവിന്റെ ഹബീബിനെയും കുടുംബത്തെയും 3 വർഷം പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വിഷയം. ഹബീബായ നബി തങ്ങളെയും അനുയായികളെയും മാത്രമല്ല, ബനി അബ്ദുമനാഫ് അബ്ദുൽ മുത്തലിബ് എന്ന ഖുറൈശികളിൽ അബൂജഹലല്ലാത്ത മുഴുവൻ ആളുകളെ. കാരണം അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോയപ്പോ അവിശ്വാസികൾ തന്റെ കുടുംബത്തിൽ നിന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അപായം വരുത്തുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു പലവർക്കും. അതിനാരും മുന്നോട്ട് വന്നില്ലായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അവരതിനൊക്കെ മുന്നോട്ട് വന്നത്. ആ സമയത്ത് അബൂജഹലല്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം കൊടുക്കുന്ന അവിശ്വാസികളെ അടക്കം അല്ലാഹുവിന്റെ ഹബീബിനെയും അനുയായികളെയും സഹായികളായ അവിശ്വാസികളെയും
മലയുടെ മുകളിൽ ക്രൂരമായി 3 വർഷക്കാലം പട്ടിണി കിട്ടു എന്ന് മാത്രമല്ല, ആയിഷ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപത്നിയായ ഭാര്യ അടക്കമുള്ള സമ്പൽ സമൃദ്ധി കൊണ്ട് ആ അറേബ്യയിലെ പുരുഷ മേധാവികളെ പോലും മടക്കി ഭരിച്ചിരുന്ന മഹതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോലും അവിടെ പട്ടിണി കിടന്നുകൊണ്ട് നരകിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് സ്വകാര്യമായി ചില ആളുകൾ ഭക്ഷണം എത്തിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അബൂജഹൽ അത് മുടക്കി, ആ ദുഷ്ടൻ അത് മുടക്കി. അങ്ങനെ അവസാനം ഇങ്ങനത്തെ സാഹചര്യത്തിൽ അറിയോ അള്ളാഹുവിന്റെ ഹബീബിനും അനുയായികൾക്കും ഭക്ഷണം തീർന്നു. പച്ചിലകളും മരത്തിലെ പഴങ്ങളും ഭക്ഷിക്കാൻ തുടങ്ങി. അത് തീർന്നു, പച്ചിലകൾ ഭക്ഷിക്കാൻ തുടങ്ങി. അവസാനം ഒന്നും കിട്ടാത്ത സാഹചര്യം വന്നപ്പോ മാസങ്ങളോളമായി മാംസം കഴിക്കാൻ മാംസബുക്കുകളാണല്ലോ അറബികൾ കൂടുതലും, അല്ലാതെ മാംസം കഴിക്കുന്ന ആളുകളാ. അവർക്ക് മാംസത്തോടുള്ള താല്പര്യം വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആട്ടുമാംസത്തിന്റെയും ഒട്ടകമാംസത്തിന്റെയും ആ സ്വാദൊന്ന് അനുഭവിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. ആ സമയത്ത് എന്ത് ചെയ്തു? സഹാബി വര്യന്മാർക്കൊന്നും മാർഗല്ല. അവരുടെ തോൽപാത്രവും ചെരുപ്പൊക്കെ കഷ്ണമായി മുറിച്ചു. എന്താ തോൽപാത്രം ചെരുപ്പും കഷ്ണമായി മുറിച്ച് വേവിക്കുകയാണ്. കാരണം ഇത് ഒട്ടകത്തിന്റെയോ ആടിന്റെയോ തോല് കൊണ്ടുണ്ടാക്കിയതാണ്. ആ ചരിക്കുന്ന ചെരുപ്പും അല്ലെങ്കിൽ തോൽപാത്രവും കഷ്ടമായി മുറിച്ച് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോ അതിൽ നിന്ന് ലഭിക്കുന്ന മാംസത്തിന്റെ സ്വാദെങ്കിലും ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് ധരിച്ച ചെരുപ്പ് തുണ്ടമായി മുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തോൽപാത്രം തുണ്ടമായി മുറിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കി കുടിക്കുന്ന അത്രമാത്രം ഉപരോധം ഏർപ്പെടുത്തി പട്ടിണിക്കിട്ട ഒരു സമൂഹത്തിനോടാണ് അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി വിട്ടുവീഴ്ച ചെയ്യുന്നത്. ഹബീബായ നബി തങ്ങളുടെ വിട്ടുവീഴ്ച മുഴുവൻ ശത്രുക്കളോടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മക്കായിലേക്ക് തിരിച്ചു പോരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വളരെ സന്തോഷകരമായ ആവേശകരമായ ഒരു പടയോട്ടം തന്നെ ഉണ്ടായല്ലോ. മക്കം ഫത്ഹ്. മക്ക എന്ന ഇസ്ലാമിക കേന്ദ്ര മുസ്ലിംകൾക്കിടയിൽ അധീനതയിലേക്ക് വരുന്ന സാഹചര്യം. 10,000-കണക്കിന് ശിഷ്യന്മാരോടൊന്നിച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ മണൽ പരപ്പിലിട്ടുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ച ഉമയ്യത്തിന്റെ കിങ്കരന്മാർ അടക്കി വാണിരുന്ന മണ്ണിലേക്ക് മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന്റെ സുജൂദിൽ തല ചായ്ച്ചപ്പോ ആ ഹബീബിന്റെ പരിശുദ്ധമായ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി അപമാനിച്ച് ധിക്കരിച്ച ധിക്കാരികൾ അടക്കിവാണ് മണ്ണിലേക്കതാ വിജയാശ്ലീധരായിക്കൊണ്ട് സന്തോഷത്തോടെ ആവേശത്തോടെ ഒരു ശക്തിക്കും അടക്കി വാഴാനും തകർക്കാനും തൊടാനും കഴിയില്ല എന്ന ധീരമായ പ്രഖ്യാപനത്തോടെ മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് 10,000-കണക്കിന് ശിഷ്യന്മാരോടൊന്നിച്ച് മക്കായിലേക്ക് കടന്നു വരുന്ന ആ ധന്യമായ മുഹൂർത്തം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഹബീബായ നബി തങ്ങളും അനുയായികളും മക്കയിലേക്ക് വരികയാണ്. അബൂജഹലിന്റെ മക്കളാകുന്ന ഇക്രിമയടക്കമുള്ള ആളുകൾ ഇങ്ങനെ മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് ഈ വരവിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അബൂ സുഫിയാൻ എന്ന ആ മക്കയിലെ കാരണവരിങ്ങനെ മക്കത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണ്, എങ്ങോട്ടാണ് ഇവരുടെ വരവ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ഇനി വരാൻ പോകുന്നതെന്നുള്ള ദുരന്തത്തെക്കുറിച്ച്, പ്രതികാര നടപടികളെ കുറിച്ച്, ശിക്ഷാ നടപടികളെ കുറിച്ചൊക്കെ ആലോചിച്ച് വേവലാതിപ്പെടുമ്പോഴാണ് അജയ്യരായി അഭിമാനത്തോടെ അന്തസ്സോടെ ചിത്തം ചിതറാത്ത ഹൃദയവും മനസ്സുമായി വളരെ ധന്യമായി ഇങ്ങ് കടന്നു വരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ അങ്ങ് മക്കയുടെ ബോർഡറിലെത്തിയപ്പോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്സൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ആ സൂറത്ത് ഇങ്ങനെ ഒട്ടകപ്പുറത്തിരുന്ന് ഓതി തല കുനിച്ച് താഴ്മയോടെ വളരെ അത്യാദരവോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബ് ഒട്ടകത്തിന്റെ മുകളിൽ തന്നെ തല ചായ്ച്ച് സുജൂദ്